മോട്ടോർ വൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കളത്തിൽ കാർസ് ആണ്. അതായത് പെരിന്തമണ്ണ നമ്മുടെ പാലക്കാട് ബൈപ്പാസ് റോഡിലുള്ള ഷോറൂമാണ് കളത്തിൽ കാർസ് എന്നുള്ളത്. അതാണ് നമ്മളെ ഷോറൂം എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഷോറൂമിൽ വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ CLA വേർഷൻ ആണ്. അറിയാലോ, ഒരു സ്പോർട്ട് ബാക്ക് സെഡാൻ ആണത് വന്നിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം ഒരു ബേസിക്, അതായത് ബെൻസിൽ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ്. അതൊരു സ്പോർട്ട് ബാക്ക് വേണമെന്നുള്ളവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ CLAന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ജസ്റ്റ് പോകാം. ഇവിടെ നമുക്കൊരു 1 സ്റ്റാർ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. മെഴ്സിഡീസ് ബെൻസിന്റെ ലോഗോ കാര്യങ്ങൾ കാണാം. ഡയമണ്ട് അല്ലാത്തൊരു നോർമൽ സ്റ്റഡ് ഗ്രിൽസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ഹുഡാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ബെൻസിന്റെ അത്യാവശ്യം നല്ല പവർഫുൾ ഹുഡാണ്, അത് നല്ല നീളമുള്ള ഹുഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറുതാണ്. പിന്നെ മെഴ്സിഡീസ് ബെൻസിന്റെ തന്നെ LED പ്രൊജക്ടർ ലാമ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടുതലും കാര്യം ഞാൻ ജസ്റ്റ് പോകുന്നില്ല. നോർമൽ ബമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പോർട്ട് ബാക്ക് ബമ്പർ അല്ല കേട്ടോ. പിന്നെ TN രജിസ്ട്രേഷനിലാണ്. ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെയാണ് വഴിയെ പറഞ്ഞുതരാം. ഇതിൽ ഒരു 17 ഇഞ്ചിന്റെ അലോയൻ ടയറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അറിയാലോ, മെഴ്സിഡീസ് ബെൻസിന്റെ തനത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രെയിംലെസ് ഡോറാണ്. അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. കണ്ടില്ലേ, വെഹിക്കിൾ ഫ്രെയിംലെസ് ഡോറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡും 17 ഇഞ്ചാണ്. ജസ്റ്റ് വീലില് സൈസിൽ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, നോർമലാണ്. സാധാരണ BMൽ ഡിഫറെൻറ്റ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഫീച്ചർ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഒരു സ്പോർട്ട് ബാക്ക് സെഡാനാണ് വന്നിട്ടുള്ളത്. വേണ്ടില്ല ഇവിടെ നിന്നൊക്കെ ഒരു നോർമൽ സെഡാൻ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ലോപ്പി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതും ഒരു സ്പോർട്ടി സ്റ്റൈലാണ് വണ്ടി വന്നിട്ടുള്ളത്. ക്രോമിയ എലമെൻറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കീ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടോ. കീയിലെ സെൻറ്ററിൽ വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കും ഫ്രെയിംലെസ് ഡോറാണ് വന്നിട്ടുള്ളത്. മുകളിൽ ബ്ലാക്ക് ആണ്, കാരണം ഒന്നുമല്ല, സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ഹൈലൈറ്റ്. നല്ല മോഡിഫൈ ചെയ്ത അടിപൊളി വെഹിക്കിളായിട്ട് മാറുന്നതാണ്. ബാക്ക് സൈഡിലായിട്ട് പോവാം. CLA 200D എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ്സൊക്കെ നോക്കിയാൽ സാധാരണ നോർമൽ കാണുന്ന പോലെ അല്ല, കുറച്ച് കയറി നിന്നിട്ടുള്ള ഒരു സ്ലോപ്പി ലൈറ്റ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡുവൽ എക്സോസ്റ്റ് പൈപ്പുകൾ വരുന്നുണ്ട് രണ്ട് സൈഡിലും. ബൂട്ട് സ്പേസ് ഒക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. കുറച്ച് ഡാർക്കാണ് കേട്ടോ, കാരണം നമ്മളെ മഴയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്ലോപ്പി ആയിട്ടുള്ള ഗ്ലാസ്സാണ്. ഇവിടെ സ്പോയിലറൊക്കെ ആഡ് ചെയ്തിട്ട് വണ്ടി നമുക്ക് പവർഫുൾ രീതിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലെത്തി. ഇൻറ്റീരിയറൊക്കെ സാധാരണ നോർമൽ മെഴ്സിഡീസ് ബെൻസിന് സിമിലർ ആണ്. പക്ഷേ ഹൈറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാതുണ്ടല്ലേ. എൻ്റെ ഹൈറ്റ് നോക്കിയാൽ ഞാനൊരു 175 മുകളിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റ് ചെറിയൊരു ഡ്രോബാക്ക് ആണ്, പക്ഷേ സ്പോർട്ട് ബാക്ക് ആണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജെറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC കൺട്രോൾസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ മീഡിയോ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കത് ഓണാക്കിയാൽ മെഴ്സിഡീസ് ബെൻസ് ഒറിജിനൽ സ്ക്രീനും കാണാൻ വരുന്നത്. പാസഞ്ചർ സൈഡ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. ബ്ലൈൻഡൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി വ്യൂ അല്ലേ ഇവിടുന്ന്. അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കിൽ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ലെങ്ത് വരുന്നത്. 1 ടച്ച് ക്ലോസ് ആണ് വരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് കൺട്രോൾസ് വരുന്നിട്ടുള്ളത്. അറിയാലോ, ഗിയർ യൂണിറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് മെഴ്സിഡീസ് ബെൻസിൻ്റെ റിവ്യൂ എടുത്തതാണ്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. USB പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. വീഡിയോ മീഡിയ കൺട്രോൾസ്, അതുപോലെ തന്നെ ടെലിവിഷൻ, വെഹിക്കിൾസിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ടച്ച് ആണെന്ന് വെച്ചാൽ ടച്ച് നമ്മൾ കൂടെ കാണില്ല, പക്ഷെ നമുക്കിവിടെ മൗസ് കൺട്രോൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റേഴ്സും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ RPM മീറ്റർ. പിന്നെ നമുക്കിവിടെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അല്ല, സാധാരണ നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റീരിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ സൈഡും നമുക്ക് അറിയാലോ ഫുള്ള് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ്. എല്ലാം വർക്കിംഗ് ആണ്, 100% വർക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് പോയേക്കാം. സോ ബാക്ക് സൈഡിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നിൽക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, കാരണം മറ്റൊന്നുമല്ല, അറിയാലോ ഞാൻ കുറച്ച് ബാക്ക് കിട്ടുകയാണ് എങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. പിന്നെ ഷോൾഡർ റൂം ഒരു 3 പേർക്കൊക്കെ സിമ്പിളായിട്ട് ഇരിക്കുക. ഒന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്പോർട്ടി സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഡ്രൈവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഹോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഗ്ലാസ് നോക്കിയാൽ ഗ്ലാസ് ഏരിയ ഫുള്ള് സ്ലോപ്പി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഹെഡ് സ്പേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ കുറവ് ഹെഡ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ. ഒരു ബമ്പൊക്കെ നമ്മൾ ഓവറായിട്ട് ചാടി ചിലപ്പോൾ നമ്മളെ ഹെഡ് തട്ടും. പക്ഷേ ആ ഒരു സ്ലോപ്പി ഡിസൈനാണ് ഇവർ ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബാക്ക് സൈഡിൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ആം റെസ്റ്റ് വരുന്നുണ്ട്. ഡോണ്ട് വറി, കാരണം ഒക്കെ നല്ല പുതിയ ക്വാളിറ്റി ആയതുകൊണ്ട് നല്ല ടൈറ്റാണ്. റെസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ അറിയാലോ, സെൻട്രൽ ടണൽ അത്യാവശ്യം കുറവാണ് ഇതിന് വന്നിട്ടുള്ളത്. നമുക്ക് നല്ലൊരു രീതിക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ചെറിയ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വന്നിട്ടുണ്ട്.
നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. റിഫ്ലക്റ്റേഴ്സ് കാരണം വരുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നൊരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇതിലെ വിസിബിലിറ്റി. അവിടെ നല്ലൊരു അഗ്രസീവ് വെഹിക്കിൾ കിടക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ആ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. സോ നമുക്ക് എൻജിൻ ബേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ലിവർ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ BM ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കണം കേട്ടോ. ഒന്ന് സഹകരിക്കണം. സോ ഇതിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു നോർമൽ സ്റ്റഡാണ്. സാധാരണ മെഴ്സീഡീസ് ബെൻസിന് ഹൈഡ്രോളിക് സ്റ്റഡാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെ അല്ല കേട്ടോ. ഇൻസ്റ്റലേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു 2.1 ലിറ്റർ ടർബോ ചാർജർ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 300 Nm ടോർക്കും 137 HP പവറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 7 സ്പീഡ് DCT ആണ്. 0 to 100 വെറും 6.7 സെക്കൻഡാണ് വന്നിട്ടുള്ളത്. എഞ്ചിന് കേൾക്കുന്നുണ്ട്. എഞ്ചിന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ വാണിംഗ് കാര്യങ്ങളും കാണാം. എത്രത്തോളം ആക്യുറേറ്റ് സൗണ്ട് കേൾക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം നമുക്ക് മൈക്ക് അവൈലബിൾ അല്ല കേട്ടോ. സോ നമ്മൾ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. മെഴ്സീഡീസ് ബെൻസിൻ്റെ CLA വേരിയൻ്റ് ആണ്. 2017 ആണ്. ആൾ ഓവർ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ വെഹിക്കിൾ 3rd ഓണർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 85,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ളത്. കമ്പനി സർവീസുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ കളത്തിൽ കാർസിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 14,20,000 രൂപയാണ്. തമിഴ്നാട് രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ വെഹിക്കിൾ കിടക്കുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ഒരു വെഹിക്കിളിൻ്റെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ബെൻസിൻ്റെ അതായത് നമ്മൾ ഈ റിവ്യൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെഹിക്കിൾ വന്നിട്ട് കാണാനോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഷെർവിൽ SRB എന്നാണ്. അതുപോലെ തന്നെ കളത്തിൽ കാർസിൻ്റെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒരുപാട് വെഹിക്കിൾസ് നമ്മുടെ ചാനൽ ഇനി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ CLA ആണ് തുടങ്ങുന്നത്. ഇനി 5 സീരീസ് വരാനുണ്ട്, ഡിസ്കവറി വരാനുണ്ട്, X4 വരാനുണ്ട്, അങ്ങനെ ഒരുപാട് വെഹിക്കിൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.